ബാക്കി വന്ന ചോറ് മാത്രം ഉപയോഗിച്ചിട്ട് ഇതുപോലെ സോഫ്റ്റ് പുട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൽ വേറെ അരിപ്പൊടിയോ റവയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല സോഫ്റ്റ് പുട്ട് ചോറ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇത് തലേ ദിവസത്തെ ചോറാണ്. നമ്മൾ തലേ ദിവസം ബാക്കി വന്ന ചോറ് ഫ്രീസറിൽ വെക്കുക. വൈകുന്നേരം ബാക്കി വന്ന ചോറ് ഒരു രാത്രി മുഴുവനും ഫ്രീസറിൽ വെക്കുക. ഫ്രീസറിലാണ് കേട്ടോ വെക്കേണ്ടത്. രാവിലെ ആയാൽ അത് അവിടെ നിന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ താഴത്തേക്ക് തണുപ്പ് കിട്ടുന്ന ഭാഗത്തേക്ക് വെക്കുക. ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോൾ ഇത് നല്ല കട്ടയായിട്ടുണ്ടാവും. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇതിൻ്റെ കട്ടയൊക്കെ പോയി ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ടാവും. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും ഇതുകൊണ്ട് പുട്ടുണ്ടാക്കാം കേട്ടോ. 4 മണിക്കോ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടോ അങ്ങനെയൊക്കെ ഇതുകൊണ്ട് പുട്ടുണ്ടാക്കാം. ഉണ്ടാക്കാനെടുക്കുന്ന സമയത്ത് ഒരു കോട്ടൺ തുണിയിലിട്ടിട്ട് നല്ലോണം പിഴിഞ്ഞിട്ട് ഇതിലെ വെള്ളം മുഴുവനും കളയണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ വെള്ളം മുഴുവനും പിഴിഞ്ഞ് കളഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ പുട്ടിൻ്റെ പൊടിയിൽ പോലെ ഇങ്ങനെ തരിയായിട്ട് കിട്ടൂല, ഒരു കട്ട കെട്ടിയിട്ടുണ്ടാവും. അപ്പം നന്നായിട്ട് പിഴിഞ്ഞിട്ട് വെള്ളം കളയണം. പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് ഉപ്പും ഈ ചോറിട്ടിട്ട് അടിച്ചെടുക്കുക. 1 മിനിറ്റ് അടിച്ചെടുക്കുക. അഥവാ അതിന് വെള്ളം കൂടിയെന്ന് തോന്നുകയാണെങ്കിൽ കട്ടയായിട്ട് കിട്ടുകയാണെങ്കിൽ അതിലേക്ക് 1 സ്പൂൺ റവയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഇട്ട് കൊടുത്താൽ മതി. വെള്ളമില്ലാതെ നല്ല ഡ്രൈ ആയിട്ടാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതേപോലെ ആയി കിട്ടും. ഇത് നമുക്ക് ഒരുപാട് ദിവസം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അതെങ്ങനെ പൊടിയാക്കിയിട്ട് ആവശ്യത്തിനെടുത്ത് ഉണ്ടാക്കിയാൽ മതി. നമ്മൾ ഉപ്പിട്ടിട്ടാണ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് പെട്ടെന്നൊന്നും കേട് വരില്ല. പിന്നെ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തേങ്ങ ഇട്ടിട്ട് പുട്ടുണ്ടാക്കുക. അപ്പോൾ നമ്മൾ സോഫ്റ്റ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വീട്ടിൽ ചോറൊക്കെ ബാക്കി വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. Thanks for watching.